മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇന്ന് രാവിലെ 9-ന് ഡൽഹിയിലെ കേരള ഹൗസിലാണ് ചർച്ച. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കാണുന്നത്. ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ, എന്തൊക്കെയായിരിക്കും ആവശ്യങ്ങൾ, അത് എത്രത്തോളം അനുഭാവപൂർണ്ണം കേന്ദ്രം അതിനെ സമീപിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്? ധനവിനിയോഗത്തിന് കൂടുതൽ സമയം ചോദിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നു. ബൽറാം, വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ച എന്നുള്ളത്. സമീപകാലത്ത് കേരളം കേന്ദ്രത്തിനെതിരായി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും വലിയത് എന്നുള്ളത് കേരളത്തിനുള്ള സാമ്പത്തിക സഹായം പലപ്പോഴും ലഭ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല, ബജറ്റ് പാടെ അവഗണിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചാകും ഈ കൂടിക്കാഴ്ച നടക്കുക. മുഖ്യമന്ത്രിയോടൊപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും കേരളത്തിനുള്ള സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുക. സമീപകാലത്തായി കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് ഈ ധനവകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്, ഒപ്പം തന്നെ സംസ്ഥാന ധനകാര്യ സെക്രട്ടറി തുടങ്ങിയവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള ഹൗസിന്റെ ഭാഗമായ കൊച്ചിൻ ഹൗസിൽ വെച്ചായിരിക്കും ഈ ചർച്ചകൾ നടക്കുക. ഗവർണർ രാജേന്ദ്ര അർലേക്കറും നിലവിൽ ഈ കൊച്ചിൻ ഹൗസിൽ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗവർണർ, മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മറ്റ് കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുമായി അത്താഴ വിരുന്ന് നൽകിയിരുന്നു. ആ വിരുന്നിലും അദ്ദേഹം കേരളത്തിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്ന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത് എന്നുള്ളതും നിർണായകമാണ്. ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്രത്തിൽ നിന്നും അനുഭാവപൂർവമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ക്രിസ്റ്റീന, പ്രജിൻ. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്, നിർണായകമായ കൂടിക്കാഴ്ചയാണ്. കേരളം ആവശ്യപ്പെടുന്നത് കൂടുതൽ സമയം വേണം എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ സാമ്പത്തിക പാക്കേജ് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ കേന്ദ്രത്തിന് നൽകാൻ കഴിയും വയനാട്ടിലേക്ക് എന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ ഉന്നയിച്ചേക്കാം. പക്ഷേ ഏറെ പ്രസക്തമാണ് ചർച്ച. കാരണം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കാണുന്നപ്പോൾ മുഖാമുഖം സംസാരിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളതാണ് ഉറ്റുനോക്കുന്നത്.